നെക്സ്റ്റ് പ്ലാനിങ് പ്രൊസീജിയറാണ്. നമ്മൾ പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് പ്ലാനിങ് എന്ന്. സോ അതെങ്ങനെയാണ് ഈ പ്ലാനിങ് നടക്കുന്നത് എന്നാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ആണ്. നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ എസെൻഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ ആണല്ലോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ട് എന്ന് ആദ്യം ഫോർകാസ്റ്റ് ചെയ്യണം. കാരണം അതനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് സെറ്റ് ചെയ്യേണ്ടത്. സോ എസ്റ്റിമേഷൻ ഓഫ് ദ ഡിമാൻഡ് ഓഫ് പ്രോഡക്റ്റ് വിച്ച് യു ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ്, അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയാം. What is the type, what is the quantity, what is the quality of the product demanded by the customers എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. So that you will be able to understand the pattern of demand. അത് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സ് ആണ്. നമ്മൾ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തിയത് നമുക്ക് ഡിമാൻഡ് അത് നമുക്ക് പ്രോഡക്റ്റ് റിക്വയർമെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത്രയൊക്കെ പ്രൊഡക്റ്റ് എന്താ പറയാ ഡിമാൻഡ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു കൺവേർട്ട് ഓർ യു ഹാവ് ടു അഡ്ജസ്റ്റ് ഇറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രോഡക്റ്റ്. ആ പ്രൊഡക്ഷൻ റിക്വയർമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ യു ഹാവ് ടു അഡ്ജസ്റ്റ് ദ ഡിമാൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. റീസണബിൾ അലവൻസ് കൊടുക്കുക. ചിലപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ എറേഴ്സ് ഉണ്ടാവും. ഫോർകാസ്റ്റിംഗ് ആണ്, പെർഫെക്റ്റ് അല്ല. സോ റീസണബിൾ അലവൻസുകളൊക്കെ കൊടുക്കുക. ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് ആണോ, എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ പ്രൊഡക്ഷൻ റിക്വയർമെന്റിന്റെ സ്പെസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ റേറ്റ് സെറ്റ് ചെയ്യാം. നമുക്ക് കറക്റ്റ് ആയിട്ട് യു വിൽ ഹാവ് ടു സെറ്റ് എ പ്രൊഡക്ഷൻ റേറ്റ്. അത് നമ്മൾ അസർട്ടേൺ ചെയ്യണം. പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ്. ഓവർ ടൈം വർക്കിംഗ്, എക്സ്ട്രാ ഷിഫ്റ്റ് വർക്കിംഗ്, എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷനിൽ ന്യൂ അഡീഷൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മളൊരു പ്രൊഡക്ഷൻ റേറ്റ് സെറ്റ് ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി കാരണം നമുക്ക് ഡിമാൻഡ് അറിഞ്ഞു, ഡിമാൻഡിൽ നമ്മൾ പ്രൊഡക്ഷൻ റിക്വയർമെന്റ് സ്പെസിഫൈ ചെയ്തു. അതിന്റെ ബേസിസിലാണ് ദിസ് ഇസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് കൺട്രോളിങ് ദ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. യു ഹാവ് ടു നെക്സ്റ്റ്, അതായത് നമ്മളിപ്പോൾ പ്ലാനിങ് നടത്തി, ഇനി നമ്മൾ ആക്ച്വൽ ആയിട്ട് ഈ പ്രൊഡക്ഷൻ റേറ്റിന്റെ ബേസിസിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയാണ്. അപ്പൊ അങ്ങനെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഈ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം. എക്സസ് ഉണ്ടോ, വെറുതെ ഷോർട്ട് ഫോൾ, ആക്ച്വൽ സ്റ്റോക്കിൽ കൂടുതലാണോ കുറവാണോ, എസ്റ്റിമേറ്റഡ് സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടോ, സേഫ്റ്റി സ്റ്റോക്ക് ലെവലും ഇൻവെന്ററീസും അത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, സൈസ് ഓഫ് ദ സ്റ്റോക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു പീരിയോഡിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് വരേണ്ടി വന്നോ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി നടക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക. അതിനാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെയും കൂടി ബേസിസിലാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ റേറ്റ് സെറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ പ്ലാനിങ്ങും ആക്ച്വലും തമ്മിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ്, എവിടെയാണ് കൺഫ്യൂഷൻസ് വന്നത്, എവിടെയാണ് ചേഞ്ചസ് വന്നത്, ഇത്തരം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് റീസൺസ് ഓഫ് നമ്മുടെ വാട്ട് ഇസ് ദ റീസൺ എന്നുള്ളത് മനസ്സിലാക്കി അതിന് അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോഴാണ് ആക്ച്വലി പ്ലാനിങ് പ്രൊസീജിയറിന്റെ സക്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മളിപ്പോൾ പ്ലാനിങ് പ്രൊസീജിയർ പറഞ്ഞല്ലോ. ആ പ്ലാനിങ് പ്രൊസീജിയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൈ വോളിയം ഓഫ് ഓപ്പറേഷൻസ് ആണെങ്കിൽ വൈഡ് പ്രൊഡക്ഷൻ പ്ലാനിങ് വേണം. ഒരു എക്സ്റ്റെൻസീവ് പ്ലാനിങ് തന്നെ ആവശ്യമായിട്ട് വരും. പക്ഷേ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻസീവ് പ്ലാനിങ് നമുക്ക് അത്ര ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് എത്രയാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണോ, മീഡിയം സ്കെയിൽ പ്രൊഡക്ഷൻ ആണോ, ലോ, വാട്ട് ഇസ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ, അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാനിങ് പ്രൊസീജിയർ ഡിറ്റർമൈൻ ചെയ്യുക. ഇനി പ്രൊഡക്ഷൻ പ്രോസസ്സ് അതിൻ്റെ നേച്ചർ എന്താണ്?
അതായത് പ്രോഡക്റ്റ് ഡിസൈനേഴ്സ്, എക്യുപ്മെന്റ് ഡിസൈനേഴ്സ്, പ്രോസസ് എഞ്ചിനീയേഴ്സ്, മെത്തേഡ് എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഒരുപാട് പേരുടെ ഹെൽപ്പിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഡിസൈൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ വളരെ സൊഫോസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആവശ്യമായിട്ട് വരും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്ക്മാൻ ഒന്നും വേണ്ട, സാധാരണ ആൾക്കാരൊക്കെ മതി എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ആവശ്യമായിട്ട് വരുള്ളൂ. ഇനി നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് എന്താണ്? അതായത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണോ, അതല്ല കംപ്ലീറ്റ്ലി മാനുവൽ ആണോ, അതല്ല പാർഷ്യലി ഓട്ടോമാറ്റിക് ആൻഡ് പാർഷ്യലി മാനുവൽ ആണോ, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മൾ ഡിഫറൻസ് കൊണ്ടുവരും. ഹൈ വോളിയം ഓഫ് പ്രൊഡക്ഷനും ഭയങ്കര സൊഫോസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സും ആണെങ്കിൽ അതിന് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെ ആവശ്യമായിട്ട് വരും. പക്ഷെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി ലോ ആണ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണെങ്കിൽ പ്ലാനിങ് അതനുസരിച്ച് നമ്മളൊന്ന് കുറവായാലും വേണ്ടില്ല. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ പ്ലാനിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷനും നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സും നേച്ചർ ഓഫ് ഓപ്പറേഷൻസുമാണ് ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്ലാനിങ് ഫങ്ഷനുകളാണ്. അതായത് ഈ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ പ്ലാനിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുവിൽ നമ്മൾ നടത്തുന്നത് എന്നാണ്. എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ സ്റ്റെപ്സിൽ പറഞ്ഞത്. ഇനി വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ് ഫങ്ഷൻസിൽ പറയണത്. നമ്മൾ മെയിനായിട്ട് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്: എസ്റ്റിമേറ്റിംഗ്, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ലോഡിംഗ്. സോ ഇതെന്താ ഓരോന്നൊന്ന് നോക്കാം. ആദ്യത്തത് എസ്റ്റിമേറ്റിംഗ് ആണ്. എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഓഫ് പ്രോഡക്ട്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ് ഫോർകാസ്റ്റ്. എസ്റ്റിമേറ്റ് നടത്തുക, എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ ഏകദേശ ധാരണ ആവുക. എന്തിനെ കുറിച്ച്? എത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യണം, അതിന് ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റ് ഒക്കെയാണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിന്റെ ബേസിൽ ഇത് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റിംഗ് എന്ന് പറയുക. മാൻ പവർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും, മെഷീൻ കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും, മെറ്റീരിയൽ റിക്വയർമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിങ്ങിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. യു ആർ എസ്റ്റിമേറ്റിംഗ് the manpower requirement, you are estimating the machine capacity, you are estimating the material requirement. അങ്ങനെ ആയാൽ മാത്രമേ നമുക്കൊരു ലോങ് സീരീസ് ഓഫ് സെപ്പറേറ്റ് ഓപ്പറേഷൻസ് വഴി നമുക്ക് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ഈച്ച് ഓപ്പറേഷൻസ് പെർഫെക്റ്റ്ലി മാക്സിമം എഫിഷ്യൻസിയിൽ പെർഫോം ചെയ്ത് നമ്മൾക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മുടെ എസ്റ്റിമേറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് ആണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ സീക്വൻസസ് ഓഫ് ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താണ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്, അതാണ് റൂട്ടിംഗ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് പാത്ത് ഓർ റൂട്ട് ഓൺ വിച്ച് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് വിൽ ട്രാവൽ, establishing the sequence of operations to be followed in manufacturing a particular product. റൂട്ട് പാത്താണ് ഇൻ അഡ്വാൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആ പ്രോഡക്റ്റിന്റെ രൂപത്തിൽ മാർക്കറ്റിൽ എത്തുന്നത് വരെ ഫോളോ ചെയ്യേണ്ട ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് എന്താണ്. അങ്ങനെ ഒരു റൂട്ട് പാത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞാലുള്ളൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് ആണ്. വർക്കിംഗ് ഔട്ട് ദ ടൈം ദാറ്റ് ഇസ് റിക്വയർഡ് ടു പെർഫോം ഈച്ച് ഓപ്പറേഷൻ ആൻഡ് ഓൾസോ ദ ടൈം നെസസറി ടു പെർഫോം ദ എൻറ്റയർ സീരീസ് ഓഫ് ഓപ്പറേഷൻ ആസ് ഇൻ ദ റൂട്ട് പാത്ത്, മേക്കിംഗ് അലവൻസസ് ഫോർ ഓൾ ഫാക്ടേഴ്സ് കൺസിഡർ. അതായത് നമ്മൾ ഒരു റൂട്ട് പാത്ത് സെറ്റാക്കി ആ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ആ റൂട്ട് പാത്തിലുള്ളത്. അതിൽ ഓരോ ഓപ്പറേഷനും ചെയ്യാൻ വേണ്ട സമയവും ആ എൻറ്റയർ റൂട്ട് പാത്ത് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയവും ഫിക്സ് ചെയ്യലാണ്
നമ്മുടെ ഷെഡ്യൂളിങ്ങിൽ. അപ്പം യു ഫിക്സ് ദ പ്രയോറിറ്റീസ്, യു സെറ്റ് ദ സ്റ്റാർട്ടിംഗ് ടൈം, യു ഡിസൈഡ് ദ ഫിനിഷിംഗ് starting dates, finishing dates, and finally what is the entire schedule for the entire route path, what is the total time taken, then plus allowances. So actually what is the time required for completing the production of a product. അത്രയും നമ്മൾ ഷെഡ്യൂൾ ചെയ്യാണ്. ഇനി വരുന്നത് ലോഡിംഗ് ആണ്. അതായത് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ ഷെഡ്യൂൾ ഇൻ ടു പ്രാക്ടീസ്. ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യലാണ് ആക്ച്വലി ലോഡിങ്. നമ്മൾ ശരിക്കും പ്രോസസ്സ് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. ഷെഡ്യൂൾ ചെയ്ത പ്ലാന് എക്സിക്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ലോഡിങ് ഡിറ്റർമൈൻസ് ഹൂ വിൽ ഡു ദ വർക്ക് ആസ് റൂട്ടിംഗ് ഡിറ്റർമൈൻസ് വേർ ആൻഡ് ഷെഡ്യൂളിംഗ് ഡിറ്റർമൈൻസ് വെൻ. ആര് ചെയ്യുമെന്ന് ലോഡിങ്ങും അതാ എവിടെ വെച്ച് ചെയ്യും, ഏത് സീക്വൻസിൽ ചെയ്യുമെന്ന് റൂട്ടിങ്ങും, വാട്ട് ഇസ് ദ ടൈം എന്നുള്ളത് ഷെഡ്യൂളിങ്ങുമാണ് ഡിസൈഡ്. സോ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രാക്ടിക്കൽ എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻ. ഇപ്പം നമ്മൾ പ്ലാനിങ്ങിൽ എസ്റ്റിമേഷനും റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും ലോഡിങ്ങും ആണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ മാൻ പവർ റിക്വയർമെന്റ്, മെഷീൻ്റെ റിക്വയർമെന്റ്, മെത്തേഡിന്റെ റിക്വയർമെന്റ്, അങ്ങനെ അതുപോലെ മെറ്റീരിയൽ റിക്വയർമെന്റ്, അങ്ങനെയുള്ള എല്ലാ റിക്വയർമെന്റുകളും എസ്റ്റിമേറ്റ് ചെയ്യലാണ്. എന്നിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് ബെസ്റ്റ് നമ്മൾ ആ പാത്ത് ഡിസൈഡ് ചെയ്യണം, സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. അതിന്റെ ടൈം നമ്മൾ ഷെഡ്യൂളിങ്ങിൽ ചെയ്യാണ്. ആക്ച്വൽ പ്രോസസ്സ് നമ്മൾ ലോഡിംഗ് വഴിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷൻസിന്റെ ഫങ്ഷൻസ്. ഇനി ഈ ഓപ്പറേഷൻസ് പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ മുമ്പേ കവർ ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ കപ്പാസിറ്റി പ്ലാനിങ് നോക്കി, അത് ആക്ച്വലി ഓപ്പറേഷൻസ് പ്ലാനിങ്ങിന്റെ പാർട്ടാണ്. നമ്മൾ ലൊക്കേഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റി പ്ലാനിങ് നോക്കി, അതും ആക്ച്വലി ഓപ്പറേഷൻസ് പ്ലാനിങ്ങിന്റെ പാർട്ടാണ്. നമ്മൾ ലേഔട്ട് പ്ലാനിങ് നോക്കി, അതും ഓപ്പറേഷൻസ് പ്ലാനിങ്ങിന്റെ പാർട്ടാണ്. ക്വാളിറ്റി പ്ലാനിങ് നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ നോക്കും. മെത്തേഡ് സ്റ്റഡി നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അപ്പോൾ ഇതിലുള്ള ആ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്ലാനിങ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സെറ്റ് മോഡ്യൂളിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും, തേർഡ് മോഡ്യൂളിലും സെക്കൻഡ് മോഡ്യൂളിലും പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്ലാനിങ് വരുന്നത്. അപ്പോൾ സപ്പോസ് നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ വേരിയസ് കാറ്റഗറീസ് വിച്ച് കംസ് അണ്ടർ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ തേർഡ് മോഡ്യൂൾ കപ്പാസിറ്റി പ്ലാനിങ്ങിന്റെ കാര്യങ്ങൾ, സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ നോക്കിയ ലൊക്കേഷൻ പ്ലാനിങ്, ലേഔട്ട് പ്ലാനിങ്, ഫിഫ്ത്ത് മോഡ്യൂളിൽ അതുപോലെ തന്നെ മെത്തേഡ് സ്റ്റഡി, ഫിഫ്ത്ത് മോഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്ന ക്വാളിറ്റി പ്ലാനിങ്. ഇതിൽ ഓരോന്നും നമുക്കറിയാം. കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം റേറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ്. പലതരത്തിലുള്ള കപ്പാസിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ what is the process to how much capacity is needed in order to manufacture a particular product എന്നുള്ള കാര്യങ്ങളാണ് കപ്പാസിറ്റി പ്ലാനിങ്ങിൽ വരുന്നത്. ഇനി നമ്മുടെ പ്ലാന്റിന്റെ വേർ ഇറ്റ് ഇസ് ലൊക്കേറ്റഡ്, വേർ ദ ഫെസിലിറ്റി അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പ്ലാൻ ലൊക്കേഷൻ, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൊക്കേഷൻ പ്ലാനിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലേഔട്ട് എങ്ങനെയായിരിക്കണം, നമ്മൾ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു കൺവീനിയൻസ് സൈറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സും സെഷൻസും ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഫെസിലിറ്റി എങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ സെറ്റ് ചെയ്യും, ഔട്ട് പ്ലാനിങ് നടത്തും. അത് കഴിഞ്ഞാൽ ക്വാളിറ്റി, അത് നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ നമ്മുടെ മെത്തേഡ് സ്റ്റഡി, വർക്ക് മെഷർമെന്റ്, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മെത്തേഡ് സ്റ്റഡിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ പ്രൊഡക്ഷൻ പ്ലാനിങ് കാറ്റഗറീസ്. ഇതെന്താ വിശദമായിട്ട് പറയാത്തേ ചോദിച്ചാൽ, ഇതൊക്കെ നമ്മൾ ഓരോ മോഡ്യൂളായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാത്തത്. അപ്പോൾ ഇതിൽ കപ്പാസിറ്റി ആയാലും ലൊക്കേഷൻ ആയാലും ലേഔട്ട് ആയാലും അതുപോലെ മെത്തേഡ് ആയാലും ഇതൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മളത് കവർ ചെയ്യാത്തത് വീണ്ടും. പക്ഷെ ഇതൊക്കെ നമ്മൾ ചോദിച്ചാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.